കാലമായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് ഉത്തരം ലഭിക്കാത്തത് ഒരു പക്ഷേ ദൈവത്തിന്റെ ആൻസർ നോ എന്നല്ല. ആ ബ്ലെസ്സിംഗ് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ? ഒത്തിരി നാളായിട്ട് ദൈവം എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്, നീ എന്നെ മറന്നോ എന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഹബക്കൂക്ക് 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നമ്മൾ കാത്തിരിക്കുന്ന കാര്യം അത് വൈകുന്നത് പോലെ തോന്നിയാലും അതിനായി കാത്തിരിക്കുക, അത് തീർച്ചയായിട്ടും വരും. ഒത്തിരി കാലം വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്ത ഇങ്ങനെയാണ്: നമ്മളുടെ അനുഗ്രഹം ഒരുക്കുക മാത്രമല്ല, ആ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നമ്മളെയും ദൈവം ഒരുക്കുന്ന കാലഘട്ടമാണിത്. നമ്മളെപ്പോഴും നമ്മുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ആ അനുഗ്രഹത്തിന്റെ മേൽ മാത്രമാണ്, അല്ലെ? അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നമ്മളിങ്ങനെ ഇംപേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ചത് ഈ കാലഘട്ടത്തിന്, ഈ കാത്തിരിപ്പിന്റെ കാലഘട്ടത്തിനും ഒരു ഉദ്ദേശമുണ്ടെന്നാണ്. ആ ഒരു സമയത്താണ് ദൈവം നമ്മളുടെ ഫെയ്ത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് നമ്മളെ സ്പിരിച്വലി ദൈവം സ്ട്രോങ് ആക്കുന്നത്. ആ ഒരു സമയത്താണ് വചനത്തിൽ ആഴമായിട്ട് ഇറങ്ങാനായിട്ട് ദൈവം നമ്മളെ പണിയുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇതേ സമയത്ത് തന്നെയാണ് നമുക്ക് ഇമോഷണൽ ഹീലിംഗും ദൈവം തരുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തില് സൗഖ്യമാകേണ്ട ആ മേഖലകളെയൊക്കെ സൗഖ്യമാക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ഒരു സമയമാണ് ഈ കാത്തിരിപ്പിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉത്തരം പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണിത്. ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഈ സമയത്താണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മടുത്തു പോകാതെ കൂടുതൽ പ്രാർത്ഥനയിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ ശ്രമിക്കുക. വചനം ആഴമേറി പഠിക്കുവാൻ നോക്കുക. ദൈവം തക്ക സമയത്ത് ആ ഉത്തരം നമുക്ക് തന്നിരിക്കും. ദൈവം അതിനൊരു സമയപരിധി വെച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ടും വരും, താമസിക്കുകയില്ല. ദൈവത്തിന്റെ സമയത്ത് അത് സംഭവിച്ചിരിക്കും. അപ്പോൾ കാത്തിരുന്നത് വെറുതെ അല്ലെന്ന് നമുക്ക് മനസ്സിലാകും. ദൈവം ആ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം ഒരുക്കുക മാത്രമായിരുന്നില്ല, നമ്മളെയും ഒരുക്കുകയായിരുന്നെന്ന് അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങളെ തേടി എത്തിയിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് എഴുതുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.